വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടായിരുന്നു. അലിഖിത നിയമം അനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനെന്ന് പറഞ്ഞാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത്. എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥൻ മടങ്ങി വരികയായിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോയാൽ പോലീസ് കേസാകുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്? സിദ്ധാർത്ഥന് മർദ്ദനമേറ്റതും തുടർന്നുണ്ടായ മരണവുമായി സംബന്ധിച്ച് എന്തൊക്കെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയം മുമ്പ് ഡീൻ നമ്മോട് പറഞ്ഞത് ഇങ്ങനെയൊന്നും മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല, ഇത് ആദ്യത്തെ സംഭവമാണ് എന്നുള്ളതായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും ഈ ക്യാമ്പസിൽ നടക്കുന്നില്ല എന്നാണ് തന്റെ അറിവ് എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം ഇത് ഇവിടെ പതിവാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. ആൾക്കൂട്ട വിചാരണ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും ഒരു അലിഖിത നിയമപ്രകാരം ഇവിടെ കാര്യങ്ങൾ നടന്നിരുന്നു എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ അലിഖിത നിയമപ്രകാരം അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ വിദ്യാർത്ഥികൾ കൂടി നിന്ന് വിചാരണ ചെയ്യുകയും അത് ഒത്തുതീർപ്പാക്കുകയും അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുകയും ശിക്ഷ അവിടെ തന്നെ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ക്യാമ്പസിനകത്ത് നിലനിന്നിരുന്നു എന്ന് നേരത്തെ തന്നെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സന്ദർഭത്തിൽ അതിനെതിരായ ചില പരാമർശങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എറണാകുളത്തേക്ക് വീട്ടിലേക്ക് പോയ ഈ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുകയായിരുന്നു. രഹാന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അവിടുത്തെ ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ള രഹാന്റെ ഫോണിൽ നിന്ന് ഡാനിഷാണ് വിളിച്ചത്. എന്നിട്ട് വിളിച്ചിട്ട് ഈ കാര്യം സംസാരിച്ച് തീർപ്പാക്കാനാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത്. അതിനുശേഷമാണ് ക്രൂരമർദ്ദനത്തിന് സിദ്ധാർത്ഥിനെ ഇരയാക്കിയിട്ടുള്ളത്. അലിഖിത നിയമം എന്ന് പറയുമ്പോൾ അത് ആര് നടപ്പാക്കി വരുന്നു കാലങ്ങളായി എന്നുകൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഈ കോളേജ് ഹോസ്റ്റലിൽ നിലവിൽ ഒരു ഒറ്റ വിദ്യാർത്ഥി സംഘടന മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അത് SFI ആണ്. പക്ഷേ SFIയുടെ പേരൊന്നും പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല ഇപ്പോഴുള്ളത്. വിദ്യാർത്ഥികൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നലെ ഈ ക്യാമ്പസിനെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്യാമ്പസിനകത്ത് ഒരു പ്രകടനം നടത്തിയിരുന്നു. അത് കോളേജ് വിദ്യാർത്ഥികൾ എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും അതിനുവേണ്ടി ആളുകളെ സംഘടിപ്പിച്ചതും മുഴുവൻ SFI തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ SFI എന്ന പേര് പറഞ്ഞിട്ടില്ല. അതേസമയം അവിടെ ഒരൊറ്റ വിദ്യാർത്ഥി സംഘടന മാത്രമേ ക്യാമ്പസിനകത്തുള്ളൂ. അത് SFI ആണ്. നമ്മൾ ഇന്നലെ ഹോസ്റ്റലിൽ നമ്മൾ പ്രവേശിച്ചപ്പോൾ ആ ദൃശ്യങ്ങൾ മുഴുവൻ കണ്ടതാണ്. അവിടെ SFIയുടേതായ ചുവരെഴുത്തുകളും SFIയുടെ പരാമർശങ്ങളും മാത്രമാണ് അവിടെ ഉള്ളത്. കാൾ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും അതുപോലെ ചെഗുവേരയുടെയും ഒക്കെ ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോളേജ് ഹോസ്റ്റലാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതോടൊപ്പം തന്നെ മദ്യക്കുപ്പിയുടെയും അധോലോകം എന്നെഴുതിയതിന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ ഈ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം വ്യക്തമാകുന്നത് മെൻസ് ഹോസ്റ്റലിൽ ഒരു അലിഖിത നിയമം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയം വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ, അത് അധ്യാപകരിലേക്കോ അല്ലെങ്കിൽ പോലീസിലേക്കോ പോകാതെ അവിടെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ ശിക്ഷ വിധിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ഒത്തുതീർപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമാന്തര കോടതി പോലെ. അലിഖിത നിയമം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെയും പലർക്കും സിദ്ധാർത്ഥ മർദ്ദനമേറ്റതുപോലെയുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്, വിചാരണ നടന്നിട്ടുണ്ട് എന്നുകൂടിയല്ലേ? തീർച്ചയായും അത്തരം നേരത്തെയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ആ ഘട്ടത്തിൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നു, പോലീസിൽ ആദ്യമായി എത്തുന്ന കേസ് ഇതാണ്. ഇതിനു മുമ്പൊന്നും പോലീസിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പോലീസിലേക്കോ അധികാരികളിലേക്കോ കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്കോ പോലും സംഭവങ്ങൾ എത്താറില്ല. വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാറാണ് പതിവ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇത്രയധികം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ ഈ ഒരു ക്രൂര പീഡനം നടന്നിട്ട് ഒരു വിദ്യാർത്ഥി പോലും ഇത് പുറത്തു പറയാൻ ഈ ഘട്ടത്തിൽ പോലും തയ്യാറാവുന്നില്ല എന്നതാണ്. എത്രമാത്രം ഭയം ചൂഴ്ന്നു നിൽക്കുന്നു അന്തരീക്ഷത്തെയാകെ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാര്യങ്ങൾ. അത്രയും വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ നടന്നൊരു ക്രൂര പീഡനം, 25-30 പേർ ചേർന്ന ഒരു വിദ്യാർത്ഥിയെ 4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നത് ചില വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾ കണ്ടിട്ടും അതാരും മൊബൈലിൽ പകർത്തിയില്ല എന്നത് അവിശ്വസനീയമാണ്. മൊബൈലിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത്തരം ദൃശ്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്ന് മാത്രമല്ല, സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഈ കാര്യങ്ങൾ പറയാൻ ആളുകൾ ഭയക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യങ്ങൾ, ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഈ മർദ്ദനത്തെ
അവിടുത്തെ ഈ പ്രതികളോടൊപ്പം ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളില്ല എന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ ഇന്നലെ ക്യാമറകൾക്ക് മുമ്പിൽ വന്ന് സംസാരിച്ചിരുന്നു. അതേസമയം ഇതിൽ എതിർപ്പുള്ള ഒരു മനുഷ്യനെ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് അനുതാപം പ്രകടിപ്പിക്കുന്ന ആളുകൾ മാത്രമായിരിക്കണം, അതിനെ എതിർക്കുന്ന ആളുകളും ആ ക്യാമ്പസിൽ നിശ്ചയമായും ഉണ്ടായിരിക്കണം. പക്ഷേ അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. അവർക്ക് ഇപ്പോഴും പുറത്തു പറയാൻ കാര്യങ്ങൾ ഭയമാണ്. എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു സിദ്ധാർത്ഥന് മർദ്ദനമേറ്റത്, എവിടെയൊക്കെ കൊണ്ടുപോയി മർദ്ദിച്ചു, അതിൽ ആർക്കൊക്കെ പങ്കുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? ഇപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സിദ്ധാർത്ഥനെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ആ കോളേജ് മെൻസ് ഹോസ്റ്റലിൽ വെച്ചാണ് ആദ്യ പീഡനം ഉണ്ടാകുന്നത്. അത് ആ നടുമുറ്റത്ത്, നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ ആ നടുമുറ്റത്ത് വെച്ച് 3 മണിക്കൂർ നേരം സിദ്ധാർത്ഥന് പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്, മർദ്ദിച്ച് അവശനാക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് മുകളിലേക്ക് കൊണ്ടുപോയി ഡോർമിറ്ററി എന്ന് പറയപ്പെടുന്ന, ഇടിമുറി എന്ന് പറയുന്നു, എന്തായാലും ഡോർമിറ്ററിയാണ്, അവിടെ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട്, ക്രൂര മർദ്ദനമേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിന് സമീപത്തെ ഒരു കുന്നിൻ മുകളിൽ സിദ്ധാർത്ഥനെ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ 4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ക്രൂര മർദ്ദനത്തിനിരയാക്കിയതിനു ശേഷം 3 ദിവസം കഴിയുമ്പോഴും ഈ വിദ്യാർത്ഥി കാര്യമായി ഭക്ഷണമൊന്നും കൊടുക്കാതിരുന്നു എന്നാണ്. എന്തായാലും അടിവസ്ത്രത്തിൽ മാത്രം നിർത്തിയാണ് ഇത്രയും ക്രൂര പീഡനങ്ങൾ, മർദ്ദനങ്ങൾ ഉണ്ടായത്. എന്തായാലും അതിനുശേഷമാണ് ആ ഡോർമിറ്ററിക്ക് സമീപത്ത് തന്നെയുള്ള ശുചിമുറിയിൽ സിദ്ധാർത്ഥൻ ജീവൻ ഒടുക്കിയത്. സിദ്ധാർത്ഥൻ സ്വയം മരിച്ചതാണ് എന്ന് തന്നെ വെക്കുകയാണെങ്കിലും അതിനു മുമ്പ് ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സിദ്ധാർത്ഥൻ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെടുന്നത്. അത് അദ്ദേഹത്തെ അപായപ്പെടുത്തിയതാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സ്വയം അദ്ദേഹം സിദ്ധാർത്ഥൻ അങ്ങനെ ചെയ്യുന്ന വിദ്യാർത്ഥിയല്ല. സിദ്ധാർത്ഥനെ അത്രമാത്രം മർദ്ദിച്ച് കെട്ടിത്തൂക്കിയതാണ്. ജീവൻ പോയപ്പോൾ ഒരുപക്ഷെ കെട്ടിത്തൂക്കിയതായിരിക്കാം എന്ന് വരെ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെയൊക്കെ വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ കോളേജിൽ ഇങ്ങനെ ഒരു അലിഖിത നിയമം നിലനിൽക്കുന്നു എന്ന റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഊഹാപോഹങ്ങളല്ല. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് ഇത് സാധൂകരിക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ്. രഹാന്റെ ഫോണിൽ നിന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തി ഡാനിഷ് ഈ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇത് ഒത്തുതീർപ്പാക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഒരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട, പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒത്തുതീർപ്പാക്കാനാണ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. ഇതിനുശേഷം എറണാകുളത്ത് എത്തിയതിനു ശേഷം സിദ്ധാർത്ഥൻ തിരിച്ചു വന്നു. അതിനുശേഷമാണ് ക്രൂരമർദ്ദനങ്ങൾ തുടങ്ങിയത് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെ ഒരു അലിഖിത നിയമം ഈ ക്യാമ്പസിൽ ഉണ്ട്, അത് പ്രകാരമാണ് സിദ്ധാർത്ഥൻ തിരിച്ചെത്തിയത്. അത് ആദ്യത്തെ സംഭവമല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ അലിഖിത നിയമം ഉണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുമ്പോൾ ഈ സിദ്ധാർത്ഥന് വേണ്ടി ഉണ്ടായ ഒരു നിയമമല്ല അത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന് മുമ്പും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ാവുന്നത്. ടി എൻ സലിയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.